ഈ ഈദിന് നല്ലൊരു മട്ടൻ ബിരിയാണി ആയാലോ? മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് തന്നെ നമുക്ക് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് 1 കിലോ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് മട്ടൻ ആയാലും ബീഫ് ആയാലും എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വാങ്ങിയാൽ മതി ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മട്ടൻ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഒരു 1/4 വേവാക്കി എടുത്താൽ മതി. വേവുന്ന സമയം കൊണ്ട് മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചൂടായ എണ്ണയിലിട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു കളറാകുമ്പോൾ കോരി മാറ്റുക. ഒരുപാട് ആവാനായിട്ട് നിൽക്കണ്ട. നമ്മൾ കോരി മാറ്റി വെച്ചെടുത്തു കുറച്ച് കളറൊന്നും മാറും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ കോരി മാറ്റുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ടോട്ടൽ നമ്മൾ 5 സവാളയാണ് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തത്. 3 ഫ്രൈ ചെയ്തെടുത്തു, 2 വഴറ്റാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നന്നായിട്ട് വഴന്ന് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 10 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 വലുതാണെങ്കിൽ 1 തക്കാളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചെറിയ തീയിലൊരു 2-3 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഒരു 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത മട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 വേവായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടില്ല, ആവശ്യം വെന്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ബാക്കി മസാലയിൽ കിടന്നിട്ട് വെന്തോളം നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കായി, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു കഷ്ണം സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സവാളയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പിലേക്ക് 2 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത്, ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. രീതിയിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് ജീരകശാല റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതാണ് ഇത്. അരി മുഴുവൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കിയിട്ട് ചെറിയ തീയിൽ ഒരു 6 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ടുള്ള ചോറ് റെഡിയായി കിട്ടും. ഇതാ നമ്മുടെ മസാലയിൽ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറവുണ്ടായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക. കുറച്ച് മല്ലിയില പുതിനയില കട്ട് ചെയ്തത്, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാള കുറച്ച് മാത്രം ബാക്കി വെച്ചതിന് ശേഷം ബാക്കി മുഴുവൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5-6 മിനിറ്റോളം വീണ്ടും ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഗ്രേവിയൊക്കെ ഇതാ അത്യാവശ്യം നല്ലതുപോലെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട് മസാല. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയായ ചോറ് 5-6 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അത് മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഇട്ടിട്ട് കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കുക. അതിനുശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്ത് ചൂടോടെ തന്നെ കഴിക്കുക. അടിപൊളി ബിരിയാണിയാണ്.